ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ. അപ്പം ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ബോട്ടിൽ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ബോട്ടിലേക്ക് ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഫസ്റ്റ് ഇതുപോലെ ബോർഡിലേക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ബോർഡിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട് ബോർഡിനെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോർഡിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് മുറ്റത്തുനിന്ന് ഇതുപോലെ ചെറിയ കല്ലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണല്ല, നിങ്ങൾക്ക് മണ്ണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ മണ്ണല്ല എടുത്തിരിക്കുന്നത്, ഒട്ടും വലുപ്പമില്ലാത്ത തീരെ ചെറിയ ചെറിയ കല്ലുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനി നമുക്ക് ബോട്ടിലേക്ക് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ബോട്ടിൽ ഫുള്ളൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എടുത്തിരിക്കുന്ന ആ ചെറിയ ചെറിയ കല്ലുകൾ ബോട്ടിലേക്ക് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിത് കുറച്ചധികം ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട്, കാരണം ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ മാക്സിമം അടുപ്പിച്ചിട്ട് വേണം കല്ലുകൾ ഫുള്ള് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ കല്ലിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് അത് ഒട്ടിപ്പിടിക്കാനും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പം നമ്മൾ സാവകാശം കുറച്ച് ടൈം എടുത്തിട്ട് ഫുള്ളൊന്ന് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അധികം പാടൊന്നുമില്ല കേട്ടോ, കൈകൊണ്ട് ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ആ കല്ല് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കല്ലിന് പകരം വേണമെങ്കിൽ മണ്ണാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് കല്ലൊട്ടിച്ചിട്ട് അത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിൽ ഒരു കോട്ടും കൂടെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബോട്ടിൽ കയ്യിലെടുത്തപ്പോൾ ഇടയ്ക്കുന്നൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കോട്ട് പശയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇപ്പം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ 2 കോട്ട് പശ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ബ്രഷിന് പകരം സ്പോഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്യാപ്പിലും നല്ല ഫിനിഷിംഗ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ബ്രഷ് ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് മെറ്റാലിക് കളർ വെച്ചിട്ട് വേണമെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എഗ് ട്രേയിൽ ഒരു പീസ് ഇതുപോലെ കൈ കൊണ്ട് ഞാൻ കീറി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കത്രിക യൂസ് ചെയ്യുന്നേ ഇല്ല, കൈ വെച്ചിട്ടാണ് ഫുള്ള് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് കത്രികയുടെ ആവശ്യമേ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇല്ല. കത്രിക യൂസ് ചെയ്യാതെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ട്രേയുടെ ഒരു പീസ് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒരു പീസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പീസും കൂടെ ഇതേ ഷേപ്പിൽ തന്നെ എടുക്കുക. അപ്പോൾ ആദ്യം എടുത്ത് പീസിനേക്കാളും കുറച്ചും കൂടെ ഒരു വീതിക്ക് രണ്ടാമത്തെ പീസ് എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ 2 പീസ് ഇതേ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ എടുത്ത പീസിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ പശ തേച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അധികം ടൈറ്റിൽ ചെയ്യരുത്, ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ രണ്ടാമതെടുത്ത പീസും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ആ പീസും അധികം ടൈറ്റിൽ ഒട്ടിച്ച് കൊടുക്കരുത്, കുറച്ച് ലൂസാക്കിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് ഫ്ലവറും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ബോർഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന്
താഴേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയയും നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലും വലിപ്പം കൂടിയ ഫ്ലവർ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവർ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലവറിന് റെഡ് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബോട്ടിലിന് ബ്ലാക്ക് കളറാണല്ലോ കൊടുത്തത്, അപ്പോൾ അതിൽ റെഡ് കളർ ഫ്ലവർ വരുമ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളറിന് പകരം ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവറിന് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.